വീണ്ടും ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ സർക്കാർ വർഷം 3 സൗജന്യ ഗ്യാസ് സിലിണ്ടർ നൽകുന്നതാണ് ഒരു പദ്ധതി. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതാണ്. അതേസമയം വിവാദമായ പരാന്തൂർ വിമാനത്താവളം പദ്ധതി വിജയ സർക്കാർ ഉപേക്ഷിച്ചു. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട്ടിൽ വീണ്ടും വിജയ് സർക്കാർ. സൗജന്യ ഗ്യാസ് സിലിണ്ടർ പദ്ധതി, സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര വിപുലീകരിക്കൽ എന്നിവയാണ് അതിൽ പ്രധാനം. ഒരു പദ്ധതി എന്ന് പറയുന്നത് വർഷത്തിൽ 3 സൗജന്യ ഗ്യാസ് സിലിണ്ടർ നൽകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങളുമുണ്ട്. 2.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി ലഭിക്കുന്ന പദ്ധതി ലഭിക്കുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കുമെന്നും വിജയ് പറഞ്ഞു. അതേസമയം തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബസ്സുകളിൽ ഇനി മുതൽ സൗജന്യ യാത്രാ പദ്ധതി അനുവദിക്കും. നേരത്തെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരുന്നു സൗജന്യ യാത്ര ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ എക്സ്പ്രസ്, ഡീലക്സ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകും. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ലഭിക്കുന്നതിന് വരുമാന പരിധിയോ യാത്രകളുടെ എണ്ണമോ പോലുള്ള യാതൊരു നിബന്ധനയും ഉണ്ടാകില്ല. അതുകൂടാതെ വിവാദമായ പരന്തൂർ വിമാനത്താവള പദ്ധതി വിജയ് സർക്കാർ ഉപേക്ഷിച്ചു. ചെന്നൈയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള വിമാനത്താവളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതിക്കെതിരെ സമരക്കാർ ആരോപണം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സമരക്കാർക്കൊപ്പമാണ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ച് ഈ പദ്ധതി ഉപേക്ഷിച്ചതായും വിജയ് സർക്കാർ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.